നഗരസംരക്ഷണം മുൻനിർത്തി ഡീപ് ടണൽ ഡ്രൈനേജ് പദ്ധതിക്ക് അനുമതി ലഭിച്ചതായി ദുബായ് മുനിസിപ്പാലിറ്റി. അടുത്ത 100 വർഷത്തേക്ക് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷണം നേടുക എന്നത് മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിക്കാണ് ദുബായ് രൂപകൽപ്പന നടത്തുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് ലീഡർഷിപ്പ് ഫോറം 2025 ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക. കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിലുണ്ടായ കെടുതികൾ ആവർത്തിക്കാതിരിക്കുന്നത് മുന്നിൽ കണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടുകയെന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. അതിനായി ദുബായ് മുനിസിപ്പാലിറ്റി അത്യാധുനിക സംവിധാനമായ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സംവിധാനം ഉപയോഗിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മർവാൻ ബെൻ ഖലിദ പറഞ്ഞു. 2025-2026 അധ്യയന വർഷത്തിലെ ശൈത്യകാല അവധിക്കാലം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. UAE വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കലണ്ടർ അനുസരിച്ച് കുടുംബങ്ങൾക്ക് അവധിക്കാലം നേരത്തെ ആസൂത്രണം ചെയ്യുന്നതിനും യാത്രകൾ ബുക്ക് ചെയ്യുന്നതിനും ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനും അനുയോജ്യമായ സമയമാണിത്. രാജ്യത്തുടനീളമുള്ള എല്ലാ പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഈ മാസം മുതൽ ജൂൺ വരെ അധ്യയന വർഷമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ശൈത്യകാല അവധിക്കാലമാണ് ലഭിക്കുന്നത്. 2025 ഡിസംബർ 8 അവധിക്ക് തുടക്കമിട്ട് 2026 ജനുവരി 4 രണ്ടാം ടേം ആരംഭിക്കുന്നതോടെ അവധി അവസാനിക്കും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ കരിക്കുലം അനുസരിച്ച് അവധിക്കാലത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏപ്രിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ഇന്ത്യൻ കരിക്കുലം പിന്തുടരുന്ന സ്കൂളുകൾക്ക് 2025 ഡിസംബർ 15 ശൈത്യകാല അവധി ആരംഭിക്കും. അതേസമയം സെപ്റ്റംബറിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഡിസംബർ 8 തന്നെ അവധി തുടങ്ങും. വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകരിച്ച ഈ കലണ്ടർ തീയതികൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷാർജയിൽ വ്യാജ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ നൽകി തട്ടിപ്പ് നടത്തിയ സംഘത്തെ ഷാർജ പോലീസ് പിടികൂടി. 13-അംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ വഴി ഫ്ളാറ്റുകളും സ്ഥലങ്ങളും മറ്റും വിൽക്കുന്ന പരസ്യം നൽകി തട്ടിപ്പ് നടത്തിയ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UAEയിലെ 7 പ്രധാന കേന്ദ്രങ്ങളിലായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ഒരാളുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഘത്തെ പിടികൂടിയത്. ഓൺലൈനിൽ വ്യാജ വാടക പരസ്യങ്ങൾ നൽകിയും ആവശ്യക്കാരെ നേരിട്ട് ബന്ധപ്പെട്ടുമായിരുന്നു തട്ടിപ്പ്. ഓരോ തട്ടിപ്പിന് ശേഷവും സംഘം ഫോൺ നമ്പറുകളും മാറ്റിയിരുന്നു. പണം തട്ടിയെടുത്ത ശേഷം വിദേശത്തേക്ക് കടക്കാനായിരുന്നു 13-അംഗ സംഘത്തിന്റെ പദ്ധതി. ഓൺലൈൻ വഴി ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് മുൻപ് വെബ്സൈറ്റുകളിലും മറ്റും പ്രസിദ്ധീകരിച്ച പരസ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്ന് ഷാർജ പോലീസ് താമസക്കാരോട് ആവശ്യപ്പെട്ടു. NTV UAE to the world.